UAPA കാപ്പ തടവുകാരെ ജയിൽ മുറികളിൽ പൂട്ടിയിടരുതെന്ന NIA കോടതി ഉത്തരവിനെതിരെ വിയൂർ ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. രാവിലെ 6:30 മുതൽ വൈകിട്ട് 5:30 വരെ ഇത്തരം തടവുകാരെ തുറന്നുവിടണം എന്നായിരുന്നു NIA കോടതിയുടെ ഉത്തരവ്. പന്തീരാങ്കാവ് UAPA കേസിലെ പ്രതി വിജിത് വിജയൻ നൽകിയ ഹർജിയിലായിരുന്നു NIA കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷബ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും. ഷബ്ന, കോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, വിയൂരിലെ ജയിൽ സൂപ്രണ്ടാണ് ഹൈക്കോടതിയിൽ ഇത്തരം ഒരു അപ്പീലുമായി സമീപിച്ചിട്ടുള്ളത്. NIA കോടതിയായിരുന്നു ഈ UAPA കാപ്പ തടവുകാരെ ഈ രീതിയിൽ പൂട്ടിയിടരുത്, ജയിൽ മുറിക്കുള്ളിൽ ഇവരെ നിയമവിരുദ്ധമായി പൂട്ടിയിടുന്നു എന്ന പരാതിയായിരുന്നു ഉയർന്നത്. പ്രത്യേകിച്ച് പന്തീരാങ്കാവ് കേസിലെ പ്രതിയായ വിജിത് വിജയനാണ് ആദ്യമായി കോടതിയെ സമീപിക്കുന്നത്. തന്നെ ഈ രീതിയിൽ ജയിലിൽ പൂർണ്ണമായും പൂട്ടിയിടുന്ന സമീപനം മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു NIA കോടതിയെ സമീപിച്ചത്. രാവിലെ 6:30 മുതൽ വൈകിട്ട് 5:30 വരെ ഈ ജയിൽ പുള്ളികളെ, തടവുകാരെ ജയിലിൽ തന്നെ തുറന്നുവിടുന്ന സാഹചര്യമുണ്ട്. ഒരു മുറിക്കുള്ളിൽ ആ രീതിയിൽ പൂട്ടിയിടുന്നത് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നായിരുന്നു വിജിത് വിജയന്റെ പരാതി. ഇതിൽ NIA കോടതി ഉത്തരവിട്ടു. തുടർന്ന് 10 മാവോയിസ്റ്റ് കേസിലെ പ്രതികളും 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കോടതിയെ സമീപിക്കുന്നു. അവരെയും ഈ രീതിയിൽ പൂട്ടിയിടരുത് എന്ന് NIA കോടതി ഉത്തരവിട്ടു. തുടർന്നാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ജയിൽ സൂപ്രണ്ട് ഈ ഹർജിയിൽ പറയുന്നത്, അതിസുരക്ഷാ ജയിലുകൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഉദ്ദേശം പോലും ഇത്തരക്കാരെ പൂട്ടിയിടുക എന്ന രീതിക്ക് വേണ്ടിയിട്ടാണ്. കാരണം വലിയ തോതിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന UAPA പോലെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെയാണ് അതിസുരക്ഷാ ജയിലുകളിൽ പാർപ്പിക്കുന്നത്. ഇവരെ പുറത്തുവിടുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് ജയിൽ സൂപ്രണ്ട് പറയുന്നത്. എന്നാൽ ഹർജിക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണ്, കടുത്ത മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൂടുതൽ സമയം, ദിവസം മുഴുവൻ ജയിലിൽ പൂട്ടിയിടുന്നു. ആ രീതിയിൽ പൂട്ടിയിടുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ഈ പരാതിക്കാരും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതിയായിരിക്കും ഇനി ഇതിൽ തീരുമാനം പറയുക. NIA കോടതി ഇവരെ തുറന്ന് വിടണം എന്ന് തന്നെയായിരുന്നു ഉത്തരവിട്ടിരുന്നത്. തീർച്ചയായും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്താകും തീരുമാനം എന്നത് കാത്തിരുന്ന് കാണണം. ഷബ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.